നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയ അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര 3 മാസം മുൻപ് കേരളത്തിൽ എത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെ തന്ത്രപ്രധാന മേഖലകൾ പശ്ചാത്തലമാക്കി ദൃശ്യങ്ങൾ പകർത്തിയതായി സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. കൊച്ചിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ, വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. മൂന്നാർ, തൃശൂർ, കൂത്താമ്പള്ളി, നെയ്ത്തുഗ്രാമം, കണ്ണൂരിലെയും കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും എത്തിയതിന്റെ ദൃശ്യങ്ങൾ വ്ലോഗുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി ബന്ധം പുലർത്തിയെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്നും കണ്ടെത്തിയാണ് ഹരിയാന സ്വദേശി ജ്യോതിയെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇവരുമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷമാണ് ജ്യോതി ഓരോ ഇടങ്ങളിലും പോയി സന്ദർശനം നടത്തുകയും യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന വ്യാജേന ദൃശ്യങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തത്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിലെ ഒരു ട്രാവൽ വ്ലോഗാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ജ്യോതി മൽഹോത്രയുടെ വീഡിയോകളെല്ലാം. എന്നാൽ അതുവഴി തന്ത്രപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ശേഖരിക്കുക, ഒപ്പം ദൃശ്യങ്ങൾ പകർത്തുക, സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ തന്നെ എവിടെയാണ് ഉണ്ട് എന്നുള്ള അത് മനസ്സിലാക്കുക, സെക്യൂരിറ്റി ക്യാമറകൾ എവിടെയാണ് സ്ഥാപിച്ചത് എന്നുള്ളവ മനസ്സിലാക്കുക, അതിനുശേഷം ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാന് കൈമാറുക. ഇതാണ് ജ്യോതിയുടെ പ്രധാന പണി എന്ന് പറയുന്നത്. യൂട്യൂബിൽ 3 ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന ജ്യോതിയുടെ കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാ അനുഭവമാണ് പ്രധാനം. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ എന്നിവ പരാമർശിച്ച ശേഷമാണ് ഷിപ്പ്യാർഡ് കാണിക്കുന്നത്. 3 മാസം മുൻപ് കേരളത്തിലെത്തിയ ജ്യോതി മൽഹോത്ര കൊച്ചി മെട്രോ സ്റ്റേഷനിലും എത്തിയിരുന്നു. 3 മാസം മുമ്പ് കേരളത്തിലെത്തിയ ജ്യോതി മൽഹോത്ര കൊച്ചി മെട്രോ സ്റ്റേഷനിലും എത്തി. മൂന്നാർ അതിരപ്പള്ളി യാത്രയെക്കുറിച്ച് 2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇരവിക്കുളം ദേശീയ ഉദ്യാനം, തേക്കടി, ആലപ്പുഴയിലെ ഹൌസ് ബോട്ട് യാത്ര, കോവളം, ജഡായുപ്പാറ, വർക്കല, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്നതാണ് മറ്റൊരു വ്ലോഗ്. കണ്ണൂരിൽ നിന്ന് തൃശൂരിലേക്കുള്ള യാത്രാ വിവരണവും ഉണ്ട്. അതിനിടെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത കേസിൽ 2 ആഴ്ചക്കിടെ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ 12 പേരാണ് അറസ്റ്റിലായത് എന്നാണ് വിവരമാണ് പുറത്തുവരുന്നത്. ഒരാൾ ഉത്തർപ്രദേശിൽ നിന്നും 6 പേർ പഞ്ചാബിൽ നിന്നുമാണ് പിടിയിലായത്. ഇതിൽ പ്രധാനപ്പെട്ടതും ഗുസാല എന്ന യുവതിയും ഉൾപ്പെടുന്നുണ്ട്. ജ്യോതി ഉൾപ്പെടെ 5 പേരാണ് ഹരിയാനയിൽ നിന്നും അറസ്റ്റിലായത്. ഇന്നലെ പഞ്ചാബിലെ ഗുർദാസ്പൂർ ജില്ലയിൽ നിന്ന് 2 പേർ പിടിയിലായി. ആദിയാൻ സ്വദേശി സുഖ്പ്രീത് സിംഗ്, ചന്ദ്വഡാല സ്വദേശി കരൺബീർ സിംഗ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവർക്കും പാക് ചാരസംഘടനയായ ISISുമായി ബന്ധമുണ്ടെന്നും പോലീസ് പറയുന്നു. ഹരിയാനയിലെ ന്യൂഹ് ജില്ലയിലെ കാങ്കർക ഗ്രാമത്തിന് മറ്റൊരാളും ചാരപ്പണിക്ക് പിടിയിലായിട്ടുണ്ട്. മുഹമ്മദ് താരിഫ് ആണ് പിടിയിലായത്. സൈനിക നടപടികളുടെ വിവരങ്ങൾ പാകിസ്ഥാനും ചോർത്ത് നൽകിയെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ജീവനക്കാരന് സിം കാർഡ് നൽകിയതായും ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ശനിയാഴ്ച അറസ്റ്റിലായ ആർമിക്കാരിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും പോലീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ജ്യോതി. തന്റെ യാത്രകളുടെ ഭാഗമായി 7 ദിവസം കേരളത്തിലും തങ്ങിയിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേരള യാത്രാ പ്ലാൻ എന്ന പേരിൽ തന്റെ 7 ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങൾ ജ്യോതി സന്ദർശിച്ചതായി 3 മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാണാം. ജ്യോതി 2 തവണ പാകിസ്ഥാൻ സന്ദർശിച്ചുള്ളതായും റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഇന്ത്യക്കാരിയായ പെൺകുട്ടി പാകിസ്ഥാനിൽ എന്ന പേരിൽ വീഡിയോയായും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2023 പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രയിലാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഡാനിഷിനെ പരിചയപ്പെടുന്നത്. ഡാനിഷ് ജ്യോതിയെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ്സിന് പരിചയപ്പെടുത്തുകയും ജ്യോതിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തതായി ഈ FIRൽ പറയുന്നു. 2023 തന്നെയാണ് 2ാമത്തെ പാകിസ്ഥാൻ സന്ദർശനവും നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. റന്ന, ജഹബാസ്, അതുപോലെ തന്നെ ഷക്കീൽ, അൽ അഹ്വാൻ എന്നിവരാണ് പരിചയപ്പെടുന്നത് എന്നും ബന്ധം സ്ഥാപിക്കുന്നതെന്നും 2ാമത്തെ സന്ദർശന വേളയിലാണ്. സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പറുകൾ സേവ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവരിൽ ഒരാൾക്കൊപ്പം ബാലിയും ഇന്തോനേഷ്യയും സന്ദർശിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ഹരിയാന, പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാര ശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ് ജ്യോതിയെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയെന്നും സാമ്പത്തികമായി സഹായിച്ചുവെന്നും ചാരവൃത്തി നടത്തിയെന്നും ആരോപിച്ച് ജ്യോതി അടക്കം 6 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1923 ഔദ്യോഗിക രഹസ്യ നിയമത്തിൽ 3, 4, 5 BNS സെക്ഷൻ 151 എന്നിവയാണ് ജ്യോതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ.